അതുപോലൊരു തന്നെ കൈവിട്ട് കളഞ്ഞിട്ട് അരവിന്ദനെ പോലൊരു പമ്പര വിധിയെ ഞാൻ ജീവിതകാലം മുഴുവൻ ചുമക്കണോ? മമ്മി തന്നെ ആലോചിച്ച് പറ. എന്റെ മനസ്സിലെ ആശങ്കകൾക്ക് നീ ഇപ്പോഴും മറുപടി തന്നില്ല. എന്റെ ഭാവി സുരക്ഷിതമായിരിക്കും മമ്മി. പക്ഷേ ഒരാണിനെയും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പറയാൻ പറ്റില്ല എന്റെ മനസ്സിൽ മറ്റാരെങ്കിലും വന്ന് കേറുമെന്ന്. അങ്ങനെ സംഭവിച്ചാ അതൊരു മിറാക്കിളായിരിക്കും. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. മനസ്സിലാവാതിരിക്കാൻ ഒന്നുമില്ല. ആയിരപ്പറത്തറവാടിന്റെ അവസാനത്തെ കല്ലിളക്കിയിട്ട് ഞാൻ മമ്മിയും കുട്ടി ഇവിടം വിട്ട് പോകും. എനിക്കൊരു ട്രാൻസ്ഫർ വാങ്ങാൻ എളുപ്പമാ. മറ്റേതെങ്കിലും ഒരു ഓഫീസിൽ ചീഫ് എഞ്ചിനീയറോ അതിനു മുകളിലോ ഞാനുണ്ടാവും. അപ്പൊ ഞാൻ ആലോചിച്ചു നോക്കും, എനിക്ക് ചേർന്ന എന്നോടൊപ്പം നിൽക്കുന്ന ആണൊരുത്തനുണ്ടോ എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ മമ്മിക്ക്? മനസ്സിലായി മോളെ. ഇപ്പൊ എനിക്കൊരു സംശയം. ഇനിയുണ്ടോ സംശയം? ഉണ്ട്. നീ എന്റെ മകളാണോ അതോ എന്റെ മമ്മിയാണോ എന്ന്. ഒറ്റയ്ക്ക് ഈ സമൂഹത്തോട് പൊരുതി എന്നെ വളർത്തി ഈ പൊസിഷനിൽ എത്തിച്ചില്ലേ, മമ്മി തന്നെ എന്റെ മമ്മി. വാ, വാ, വാ. എന്താ ആകാശേ, റെക്കോർഡ്സ് ഒന്നും എടുത്തില്ലേ? ആകാശേ, സമയം ചോദിച്ച കേട്ടില്ലേ? എന്താണ് ആകാശ് സാർ ഇത് ഏത് ലോകത്താ? മമ്മി മാഡം, എന്നെ കല്യാണത്തിന് കണ്ട ഓർമ്മയുണ്ടോ? ഉണ്ട്, പക്ഷെ പേര് ഓമനക്കുട്ടൻ. ഓ, അന്നേ പറയണമെന്ന് വിചാരിച്ചാ. ശ്രേയ മാഡവും ആകാശിന്റെ ചേട്ടൻ അരവിന്ദ് തമ്പി ഭയങ്കര ചേർച്ചയാ. ഞാനത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാ, മറന്നുപോയി. ആരെ ആർക്കൊപ്പം ചേർത്ത് വെക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ഓമനക്കുട്ടാ. ദൈവം തീരുമാനിക്കുന്നത് നടക്കും. എന്നും എന്റെ മോൾ ആഗ്രഹിച്ചത് കൊടുത്തിട്ടില്ലെങ്കിലും ആരുടെ മുമ്പിൽ തലകുനിക്കാതെ ജീവിക്കാൻ അവൾക്കൊരു വലിയ കഴിവ് കൊടുത്തു. അത് മതിയല്ലോ. അതെ അതെ അതെ. ഇനി അങ്ങോട്ടും എന്റെ മോൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഒന്നും വിടണ്ട.
പൊന്നു, ആന്റി, എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് മടുത്തു. കല്യാണത്തിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കൊടുത്തു വിടാൻ പറ്റുമോ? ഹ, അതിനെന്താ പൊന്നു, ഞാൻ തന്നെ ഭക്ഷണം ക്യാരിയറിലാക്കി കൊണ്ടുവരാം. അവിടെ വന്ന് മോൾക്ക് വിളമ്പി തരികയും ചെയ്യാം. എന്താ പോരെ? അമ്മേ ആരാ? പൊന്നു പൊന്നു